നമസ്തേ. ഒരു രാജാവ് എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു കിരീടവും അതുപോലെ തന്നെ ഏറ്റവും മികച്ച വേഷം അല്ലെങ്കിൽ ഒരുപാട് പരിചാരകരൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ പ്രഭയുണ്ട്, കമാൻഡിങ് പവർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. പലരും രാജാവായി മാറിയത് ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചതിന് ശേഷവും അല്ലെങ്കിൽ ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷവുമാണ്. ഈ യുദ്ധങ്ങളിലൊക്കെ അവർക്ക് മുറിവുകളും ലഭിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി ബഹുമതി എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് നക്ഷത്രങ്ങൾ കിട്ടിയെന്ന് നമ്മൾ പറയാറുണ്ട്. ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, രാജാവിനെ കുറിച്ച് പറയുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കിരീടത്തിൽ രത്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ നക്ഷത്രങ്ങളുടെയും ഈ രത്നങ്ങളുടെയും ഒക്കെ പുറകിൽ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് മുറിവുകളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രാജയോഗം എൻ്റെ ജാതകത്തിലുണ്ട് എന്ന അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകും. യുദ്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുറിവുകളും ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാജാവിൻ്റെ പിന്നിലെ വളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതായിട്ടുള്ള പ്രത്യേകതകളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഒരു രാജാവിനെ പോലെ ഉയർന്നു വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കംബാക്ക് മൊമെൻ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അവർ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതിനെ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാജാവ് എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അയാളുടെ പിന്നിലുള്ള ആളുകൾക്ക് വേണ്ടി പൊരുതുന്ന വ്യക്തിയാണ്. അവരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള വ്യക്തിയാണ്. യുദ്ധത്തിനെ നയിക്കുന്ന വ്യക്തിയാണ്. പിന്തിരിഞ്ഞോടുന്നവനല്ല, അവൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നവനാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ആക്രമിക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചിട്ടല്ല. മറ്റുള്ളവർ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വേദനകളിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതോ നമ്മൾ പിന്തിരിഞ്ഞോടുകയാണോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമതായിട്ടുള്ള ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ രാജാവായിട്ട് വളരുന്നതായിട്ടുള്ള വ്യക്തികളുടെ ഒന്നാമത്തെ പ്രത്യേകതയും. അതായത് തനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള മുറിവുകൾ അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്നതിന് ഒരു വീക്ക്നെസ് ആയിട്ട് കാണുന്നതിന് പകരം അതിനെയൊക്കെ ബഹുമതിയായിട്ട് കണ്ടുകൊണ്ട് അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ആ മുറിവുകളിലൂടെ നടന്നു നീങ്ങാനായിട്ടും അതിനെ സർവൈവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ടോ? ഫിറ്റസ്റ്റുകൾക്കാണ് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഗുണം നമുക്കുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനെ വളരുന്നതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മുറിവ് അല്ലെങ്കിൽ വേദനയെ പേടിച്ചിട്ട് ഓടിയിട്ടില്ല. ആ മുറിവുകളിലൂടെ അല്ലെങ്കിൽ വേദനയിലൂടെ നടന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുറിവുകൾ എന്ന് പറയുന്നത് അവരുടെ വീക്ക്നെസ് അല്ല, അത് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രമായിട്ട് അവർ മാറ്റുകയാണ്. അപ്പോൾ ഈ മുറിവുകളെ ആർക്കാണോ ഹിസ്റ്ററി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അവന്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള രാജയോഗം കിടക്കുന്നത്. അടുത്തതായിട്ടുള്ള അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റിക്കൊടുക്കലുകൾ അവരെ മോശപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. പലരും ഒറ്റിക്കൊടുത്തു അല്ലെങ്കിൽ ബിട്രയൽ ഉണ്ടായി, പക്ഷെ അതിനൊന്നും അവർ ബിറ്ററായിട്ട് എടുത്തിട്ടില്ല. ഓരോ ഹർട്ടുകളും ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സമയത്തും ആ വേദനകളെയൊക്കെ ജ്ഞാനമാക്കി മാറ്റിക്കൊണ്ട്, അതായത് ആ വേദനകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ നിശബ്ദതയിൽ യുദ്ധം ജയിച്ചതായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും അവരുടെ യുദ്ധത്തിനെ കുറിച്ച് അറിയില്ല. യഥാർത്ഥത്തിലുള്ള യോദ്ധാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വയം ആദ്യം ജയിക്കുന്നു എന്നുള്ളതാണ്. അവർ ഇന്റേണലി ആദ്യം ജയിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദേഷ്യം അല്ലെങ്കിൽ ആങ്കറിനെ ഒരു പവർ ആക്കിയിട്ട് മാറ്റുകയാണ്. എങ്ങനെയാണ് അതിനെ പവർ ആക്കിയിട്ട് മാറ്റുന്നത്? ഒരുപാട് ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യുക, അങ്ങനെയല്ല. അതിനപ്പുറത്തേക്ക് അതിനെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടാണ് അതിനെ ശക്തിയാക്കിയിട്ട് മാറ്റിയത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സെലിബസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബ്രഹ്മചര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ബ്രഹ്മചര്യം അത്തരത്തിലുള്ള ഡിസൈറുകളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഭക്ഷണമായാലും ഇങ്ങനെ മനുഷ്യനെ എപ്പോഴും ടെംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് സംഗതിയാണോ അല്ലെങ്കിൽ അവനെ പുഷ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് കാര്യത്തിനെയാണോ അവന് വരുതിയിൽ നിർത്താനായിട്ട് സാധിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികൾ മറ്റു കാര്യങ്ങളിലും അധികം ശക്തി കാണിക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ കൂടുതൽ ശക്തരായിട്ട് മാറുകയാണ്. യഥാർത്ഥ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരന്വേഷിക്കുന്നത് കിരീടമല്ല, അതിനപ്പുറത്തേക്ക് പർപ്പസ് ആണ് എന്നുള്ളതാണ്. എന്താണ് അവരുടെ ദൗത്യം, എന്താണ് എൻ്റെ മിഷൻ, അതാണ് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മിഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ സ്കാർസ് ഏറ്റിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ അവരുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചില മനുഷ്യർ തകർന്നതിന് ശേഷം ദുർബലരായിട്ട് മാറുന്നില്ല, അവർ പിന്നീട് രാജാക്കന്മാരായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും ഈ ചെറിയൊരു സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.